ബീട്രൂട്ട് വെച്ചിട്ട് എന്തെല്ലാം വിഭവങ്ങളാണല്ലേ നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണത്. തോരൻ വെക്കുക, പച്ചടി ഉണ്ടാക്കുക, ഉപ്പേരി ഉണ്ടാക്കുക, അച്ചാറിടുക, അങ്ങനെ പലതും ചെയ്യാറില്ലേ ബീട്രൂട്ട് വെച്ചിട്ട്. പക്ഷേ പായസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവില്ലേ ചിലപ്പോൾ. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതെങ്ങനെ വേഗം നോക്കി നോക്കിയാലോ. നമ്മൾ ചിരുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പായസത്തിന് ആവശ്യമുള്ള ബീട്രൂട്ട് ആട്ടത് ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ചൊവ്വരി, കുറച്ച് വലിയ ചൊവ്വരി കേട്ടോ. അപ്പോൾ ഈ ഒരു ചൊവ്വരി ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. അപ്പോൾ അങ്ങനെ കുതിർത്താൻ ഇട്ട് വെച്ചിട്ടുള്ള ചൊവ്വരിയാണ് കേട്ടോ. അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ബീട്രൂട്ടൊക്കെ എടുത്തിട്ട് നല്ലോണം തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള, അതായത് പിന്നെ വാടാത്ത ബീട്രൂട്ട് എടുക്കണം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള, നമുക്ക് കിട്ടിയത് നല്ല ബീട്രൂട്ട് തന്നെയാണ്. തോലൊക്കെ കളഞ്ഞ് ബീട്രൂട്ടിനെ വെള്ളത്തിൽ കണ്ടിട്ട് കൊടുക്കുക. ഈ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ ഇങ്ങനെ കളയുമ്പോഴേ എനിക്ക് എന്താ ഓർമ്മ വരുന്നത് അറിയോ? നമ്മളെ ഓണം വീഡിയോ അല്ലേ ഇന്നലെ? ഓണം വീഡിയോയിൽ നമ്മൾ ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയൊക്കെ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ആ ഓണം വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. ഒരുപാട് കമൻറ്റ്സ് ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ. അപ്പോൾ അതുപോലെ ആ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണാൻ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കണം. പിന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എന്ത് ഭംഗിയാലേ ഇത് കാണാൻ. എനിക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഒരുപാട് ഇഷ്ടം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്നെടുത്തിട്ട് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ടത്തെ ഒന്ന് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് നല്ല നെയ്യാണ്ട് ഒഴിച്ചെടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പാണേ, അതിട്ടെടുത്തു. കുറച്ച് മുന്തിരിയും കൂടി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തു. നല്ലോണം ഗോൾഡൻ കളറൊക്കെ ആയി. ഇത് വേഗം ഒരു പാത്രത്തേക്ക് മാറ്റുക. കുറച്ചുകൂടി നെയ്യ് ഞാൻ ആ പാത്രത്തേക്ക് ഒഴിച്ചു കേട്ടോ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം. നല്ലോണം ഇളക്കിയിട്ടേ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കണേ. ഈ ഒരു ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടോ. കുറേ സമയമായി ഞാനിങ്ങനെ ഇളക്കി ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാറിയോ? ഇതാ നല്ല പാൽ. അപ്പോൾ ആ പാലുണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നര ലിറ്റർ പാലാട്ടോ ഇതിൽ ചേർത്തത്. നമ്മൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പാല് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ 1.5 ലിറ്റർ പാലിൽ തന്നെ ഉണ്ടാക്കാം ഈ ഒരു പായസം. വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കും ചെയ്യാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഈ ഒരു കളറൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പം അതിങ്ങനെ ഇളക്കി തിളച്ച് വരണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട, എന്നാലും നല്ലോണം ഇളക്കി കൊടുക്കണം. ആ ബീട്രൂട്ടൊക്കെ ആ പാലിൽ കിടന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമുക്ക് എന്ത് ചേർക്കുക? നമ്മൾ ആദ്യം എടുത്ത് വെച്ചില്ലേന്നില്ലേ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴുകി മാറ്റി വെച്ചത് ഞാനിതാ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പയിലിട്ട് അതാണ്ട് ചേർത്തെടുക്കുക നമ്മളെ ചൊവ്വരി. എന്നിട്ട് പിന്നെ ഇതിൽ കിടന്നിട്ട് ഒന്നങ്ങോട്ട് വേവിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടിയാട്ടിടണേ. അതും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ചൊവ്വരിട്ടത് ആ തിള വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണേ. ഈ ഒരു സമയത്ത് വെള്ളം കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു ചൊവ്വരിയും ആ ഒരു ബീട്രൂട്ടൊക്കെ പാടാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കുകയാണ്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്കാണ്ട് ഇട്ടെടുക്കാം കേട്ടോ. ഗ്യാസ് ഒന്ന് ഓഫാക്കട്ടെ. ഇപ്പോൾ പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ കുടിക്കാനല്ലേ? ഇപ്പോൾ നല്ലൊരു ഗ്ലാസ്സിക്ക് ഞാനിങ്ങോട്ട് കുറച്ചെടുത്ത് ഒഴിക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തേക്കും കൂടി ഒഴിക്കണ്ടേ.
അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസം ടേസ്റ്റ് നോക്കാനായിട്ട് അനുവാണ് നമ്മളെ കൂടെ ഉള്ളത്. അനു ടേസ്റ്റ് നോക്കിക്കോ. ചൂടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പം പറയുന്നതിന് മുന്നേ ഞാൻ കഴിക്കണേ. അടല്ല, കണ്ടിട്ടൊരു അടപ്പായസത്തിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ, കളറും കുരുകുരുണ്ട്. എനിക്ക് എന്തെങ്കിലും ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ടേസ്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്തിനാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. മനസ്സിലാവില്ല അല്ലേ? അടേന്റെ കാണാൻ അട പായസത്തിന്റെ അതേപോലെ. ഇതൊരു പച്ചക്കറിയാണ് സംഭവം. എന്നാല് ഒന്നുകൂടി നോക്കാം. മറ്റേത് ചൊവ്വരിയാണ് കേട്ടോ. നമ്മൾ സേമിയ പായസത്തിലൊക്കെ ഉണ്ടല്ലോ ചൊവ്വരി, അതാണ്. മറ്റേത് കിട്ടിയില്ല പച്ചക്കറി. ഒരു ഐഡിയ ഇല്ല. തോറ്റു. എൻ്റെ ഈ ഡ്രസ്സിന്റെ കളറുള്ള ഒരു പച്ചക്കറിയാണ്, ഒരു ബീട്രൂട്ടിന്റെ കളറുള്ള പച്ചക്കറി. ടേസ്റ്റ് ഉണ്ടോ മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളെ വ്യൂവേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇഷ്ടായി. ബീട്രൂട്ടാണ് പൊട്ടാ. നല്ലപോലെ പറയാൻ പറ്റൂല, നമ്മൾ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കലുണ്ടല്ലോ. അപ്പൊ ഒരിക്കലും പിടുത്തം കിട്ടണില്ല അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് കളറ് ഇത് നല്ലോണം വേവിച്ചിട്ടുണ്ട് നമ്മള്. വേവിച്ച് അതാണ് കാണുന്നത്. ഈ പറഞ്ഞ പോലെ കാബേജിന്റെ പോലെ ഉണ്ടല്ലേ ഇപ്പൊ. അപ്പോൾ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേ രീതിക്ക് എന്തായാലും ഉണ്ടാക്കി വെക്കണം, ഒരു വട്ടെന്നെങ്കിലും അല്ലേ? അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മളെ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും, ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തൊട്ടെടുക്കുക. അതെ, ഒക്കെ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ടാറ്റാ.